ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകളിലൊന്നായ നിസ്കാരത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ലോകത്ത് പല കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നു. ജോലി ചെയ്യാൻ സമയം കണ്ടെത്തുന്നു, ഭക്ഷണം കഴിക്കാൻ, അതുപോലെ സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു. എന്നാൽ നമ്മെ സൃഷ്ടിച്ച അള്ളാഹുമായി സംസാരിക്കാൻ വേണ്ട സമയം നമ്മൾ എത്രമാത്രം കണ്ടെത്തുന്നുണ്ട്? ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ രണ്ടാമത്തേതാണ് നിസ്കാരം. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തെ നിലനിർത്തുന്ന പ്രധാന ആരാധനയാണ് അത്. നിസ്കാരത്തിൽ 5 പ്രാവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള അവസരമാണ് നിസ്കാരം. നിസ്കാരം ഒരു കടമ മാത്രമല്ല, അത് അള്ളാഹുവും അവൻ്റെ ദാസനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമാണ്. ഒരു മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവിനോട് ഏറ്റവും അടുത്തെത്തുന്ന നിമിഷങ്ങളിൽ ഒന്നാണ് നിസ്കാരം. ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തിൽ നമ്മൾ വിഷമിക്കുമ്പോൾ ആരോടാണ് പറയുന്നത്? സുഹൃത്തുക്കളോട്, കുടുംബത്തോട്, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന അള്ളാഹുവിനോട് നാം എത്ര തവണ ഹൃദയം തുറക്കുന്നു? നിസ്കാരം അതിനുള്ള അവസരമാണ്. നിസ്കാരം നമ്മെ അച്ചടക്കമുള്ളവരാക്കുന്നു. ഫജ്റിനായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നാം സ്വയം നിയന്ത്രണം പഠിക്കുന്നു. സമയത്ത് നിസ്കരിക്കുമ്പോൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നു. ജീവിതത്തിൽ ക്രമവും ഉത്തരവാദിത്വവും വളരുന്നു. ഇന്നത്തെ കാലത്ത് പലരും പറയുന്നത് കേൾക്കാം, സമയം കിട്ടുന്നില്ല, പിന്നീട് നിസ്കരിക്കാം, ഇനി കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങാം. എന്നാൽ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല. നാളെ നമുക്ക് ലഭിക്കുമെന്നതിന് ആരും ഉറപ്പ് നൽകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഒരു മനുഷ്യനോട് അന്ത്യനാളിൽ ആദ്യം ചോദിക്കപ്പെടുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് നിസ്കാരം എന്നാണ്. നിസ്കാരം ശരിയായാൽ മറ്റു കാര്യങ്ങളും എളുപ്പമാകും എന്ന മുന്നറിയിപ്പും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിസ്കാരം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ഒരു ദിവസം 5 പ്രാവശ്യം അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാൾക്ക് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടുതൽ ശക്തി ലഭിക്കും. ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിസ്കാരം ആത്മാവിന് വിശ്രമം നൽകുന്നു. ചിലർ നിസ്കരിക്കുന്നു, പക്ഷേ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും. നിസ്കാരത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയത്തോടെ നിൽക്കുന്നതിലാണ്. ഓരോ ആയത്തും ഓരോ ദുആയും മനസ്സിലാക്കി നിസ്കരിക്കാൻ ശ്രമിക്കണം. ഫജ്ർ നമ്മെ ഉണർത്തുന്നു, ളുഹർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അസർ നമ്മളെ ജാഗ്രതപ്പെടുത്തുന്നു, മഗ്‌രിബ് ദിവസത്തിൻ്റെ അവസാനത്തെ ഓർമ്മപ്പെടുത്തുന്നു, ഇശ നമ്മെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ഉറക്കത്തിലേക്ക് അയക്കുന്നു. അതിനാൽ 5 നേരത്തെ നിസ്കാരം ഒരു ബാധ്യത മാത്രമല്ല, ജീവിതത്തെ നയിക്കുന്ന ഒരു പ്രകാശമാണ്. നിസ്കാരം നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ നിരാശപ്പെടരുത്. ഇന്ന് തന്നെ തുടങ്ങുക. ഒരു നിസ്കാരം പോലും ആത്മാർത്ഥതയോടെ നിർവഹിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് തുടക്കമാകാം. നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഞാൻ ദിവസത്തിൽ 5 മിനിറ്റ് പോലും നൽകാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അള്ളാഹു നമ്മെല്ലാവരും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിസ്കാരത്തിൻ്റെ മധുരം നിറച്ചു തരട്ടെ. അന്ത്യനാളിൽ നിസ്കാരം നമ്മുടെ രക്ഷയുടെ കാരണമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.